ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ തിരുക്കുറളിനെ കൃത്യമായി മനസ്സിലാക്കിയാണ് പഠിക്കുകയാണ്. 31 അധ്യായങ്ങൾ ഇതുവരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓരോ അധ്യായങ്ങളിലും വളരെ പ്രത്യേകതയുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഓരോ അധ്യായങ്ങളിലും പ്രാധാന്യമുള്ള ഓരോ വിഷയങ്ങൾ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനുവേണ്ടി മോഹൻദാസ് സാർ അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 32ാമത്തെ അധ്യായമാണ്. അധ്യായത്തിലെ ധർമ്മപ്രകാരത്തിന്റെ ഭാഗം ധർമ്മമാർഗത്തിലെ സന്യാസാശ്രമത്തിന്റെ അധികാരമാണ് 32. ദ്രോഹം ചെയ്യായ്മ, ബീങ് ഹാംലെസ് എന്ന് പറഞ്ഞൊരു വിഷയമാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും മാലൈ വണക്കം. തമിഴില് നമസ്കാരം. 1373ാമത്തെ ദിവസമാണ് ബാറ്റ് ഫ്രീ വെബിനാറിന്റെ തിരുക്കുറളിന്റെ 32ാമത്തേതാണ്. சிறப்பு ஈனும் செல்வம் பெறினும் பிறர்க்கு இன்னா செய்யாமை മാസിറ്റാർക്കോൾ. ഈ അധ്യായത്തില് അവനവന് ഒരു ലാഭമുണ്ടാകും എന്ന് കരുതിയിട്ടോ സ്വാർത്ഥ പൂർണ്ണത്തിനോ വൈരനിമിത്തമോ നിവർത്തികേട് കാരണമായിട്ടോ മറ്റൊരു ജീവനെ ദ്രോഹിക്കാതിരിക്കുക. കോപത്തിന്റെ അന്തരഘട്ടമാണല്ലോ ദ്രോഹം. അതുകൊണ്ട് കോപിക്കായ എന്ന അധികാരത്തെ തുടർന്ന് ദ്രോഹരാഹിത്യം നിബന്ധിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാല് ദുഃഖം തരുന്ന എന്നുള്ള അർത്ഥതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇன்பം ഇല്ലാത്തത് എന്നുള്ള മീനിങ്ങിലും വരുന്നുണ്ട്. അപ്പൊ ദ്രോഹം എന്ന് പറയുമ്പോൾ ദുഃഖമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം തരാത്ത കാര്യങ്ങൾ, അവർക്ക് വിഷമം തരുന്ന കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയുക. അവരെ ഹാം ചെയ്യരുത്. മറ്റുള്ളവരെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്ദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. சிறப்பு ஈனும் செல்வம் பெறினும் பிறர்க்கு இன்னா செய்யாமை மாசற்றார்கோள். சிறப்பை தருகின்ற பெரும் செல்வத்தை பெறுவதாக இருந்தாலும் பிறர்க்கு துன்பம் செய்யாതിരുത്തലേ മാസറ്റവരിൽ കൊള്ളുകയാം. ഈ ആദ്യത്തെ ഈ പറയുന്ന 311 കുറളിലും 312 അതിന്റെ കമ്പാരിസൺ പറയുന്നത് ഒരേ മീനിങ്ങിലാണ്. അടുത്തതിൽ അത് തന്നെയാണ് പറയുന്നത്. കറുത്ത് ഇന്ന ചെയ്തവ കണ്ണും മറുത്ത് ഇന്ന ചെയ്യാമേ മാസറ്റാർക്കോൾ. അതായത് മഹാത്മാക്കളുടെ അല്ലെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവത്തിനെയാണ് ഈ 2 കുറളിലും പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഓക്കെ, ആദ്യത്തെ നോക്കാം. സിറപ്പ്, യോഗ ലബ്ധമായ മഹത്വങ്ങൾ. ഈനും നൽകുന്ന, സെൽവം അണിമ മഹിമ തുടങ്ങിയ വിശിഷ്ട സിദ്ധികൾ പെറിനും അനായാസം ലഭിക്കും എങ്കിലും അതിനുവേണ്ടി പിറർക്ക് അടുത്തവർക്ക് ഇന്ന ദ്രോഹം ചെയ്യാമേ ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് മാസറ്റാർ. മാസ് എന്ന് പറഞ്ഞാൽ കുറ്റം എന്നുള്ളതാണ് ഇതാണ്, അല്ലെങ്കിൽ കളങ്കം. ഈ കളങ്കമോ കുറ്റമോ ഒരു ഇതും അവരുടെ അടുത്ത് കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാരാണ് സ്വാധീനന്മാരുടെ കോൾ നയം. അവിടെ ഒരു നയം അതായിരിക്കും എന്നാണ് കവി പറയുന്നത്. അതായത് മനസ്സുകൊണ്ട് ആരെയും ഉപദ്രവിക്കാത്ത നിന്ദിക്കാത്ത ആൾക്കാരുടെ ഒരു സ്വഭാവമാണ്. അവർക്ക് എന്തൊക്കെ ലബ്ധി കിട്ടണമെങ്കിലും, സമ്പത്തായിട്ടാണെങ്കിലും അല്ലെങ്കിൽ യാഗം കൊണ്ടോ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് കൊണ്ടോ കിട്ടുന്ന ഫലമായാലും ശരി, അത് കിട്ടുന്നതിൽ പോലും മറ്റവർക്ക് ഒരു ദുഷ്ട പ്രവർത്തി ചെയ്യാൻ അവന് മുതിരയില്ല എന്ന് പറയുന്നത്. യോഗാർജിതമായി ലഭിക്കേണ്ട അണിമ മഹിമ തുടങ്ങിയ വരിഷ്ഠ സിദ്ധികൾ അനായാസമായി കൈവരുമെങ്കിൽ പോലും അതിനുവേണ്ടി അന്യർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് മഹാത്മാക്കൾ കൈക്കൊള്ളുന്ന നിലപാട്. അപ്പൊ നയം, നിലപാട്, ഈ രണ്ടും മീനിങ് ഒന്നിനെ കോൾ എന്ന് തമിഴിൽ പറയുന്നുണ്ട്. ഈ രണ്ട് ചേർത്ത് നേരത്തെ പറഞ്ഞേക്കാം. കറുത്ത് ഇന്ന ചെയ്തവ കണ്ണും മറുത്ത് ഇന്ന ചെയ്യാമേ മാസറ്റാർക്കോൾ. അത് തന്നെ ഒരുവൻ തുറവ് കൊണ്ട് തുன்பം ചെയ്ത പോതിലും അവനക്ക്
திரும்ப துன்பம் செய்யாதிருத்தலை மாசற்றவரின் கொள்கையாம். ഒരുവൻ കറുവ് കൊണ്ട്, കുറവല്ല കറുവ്, അതായത് കറുത്ത് ഒരുവൻ തന്റെ മേൽ വൈരം കൊണ്ട് ഇന്ന ദ്രോഹങ്ങളെ ചെയ്ത വണ്ണം ചെയ്യുന്നിടത്തും മറുത്ത് പ്രതികാര ബുദ്ധിയോടെ അവന്റെ നേർക്ക് ഇന്ന അത്തരം ദ്രോഹങ്ങളെ ചെയ്യാമേ താനും ചെയ്യാക എന്നത് തന്നെയാണ് മാസറ്റാർ സത്തുക്കളുടെ കോൾ നിലപാട് എന്ന് രണ്ടിനും പൊതുവായിട്ടുള്ള ഒരു കുറളാണ് വന്നിരിക്കുന്നത്. ഓക്കെ. എല്ലാവർക്കും വണക്കം. തിരുക്കുറൾ അധികാരം 32, ഭാഗം 1, ധർമ്മപ്രകരണം, ധർമ്മമാർഗം, സന്യാസാശ്രമം. ഇന്ന ചെയ്യാമൈ, അതായത് ദ്രോഹം ചെയ്യായിക അല്ലെങ്കിൽ ദ്രോഹമില്ലായ്മ. ബീങ് ഹാംലെസ്. ആമുഖം. പുരാതന കാലത്തെ ഒരു ചിന്തയായിരുന്നു കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ശത്രുക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാനും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുവാനും യേശു തന്റെ സുവിശേഷമായി അവതരിപ്പിച്ചു. മുൻകാലത്തെ ചട്ടങ്ങൾ ആളുകൾ അനുവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പുതിയ കൽപ്പന, സുവിശേഷം, യേശു ലോകത്തിൽ അവതരിപ്പിക്കുക. നമ്മെ ദ്രോഹിച്ചവരെ ശിക്ഷിക്കാനുള്ള മാർഗം അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരെ ലജ്ജിപ്പിക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ സ്വയം ഏറ്റെടുത്ത് കുരിശുമരണം വഹിക്കുന്നവനാണ് ക്രിസ്തു. അതുകൊണ്ട് തിരുക്കുറളിന്റെ ഈ 32-ാം അധ്യായം ക്രൈസ്തവ ധാർമ്മികതയുമായി ഏറെ ബന്ധപ്പെട്ടു പോകുന്ന ഒന്നാണ്. കുറൾ 311. ചിറപ്പു ഈനും സെൽവം പെറിനും പിറർക്കു ഇന്ന ചെയ്യാമൈ മാഷറ്റാർ കോൾ. ദിവ്യസമ്പത്തിനായി പോലും അന്യർക്ക് വിന ചെയ്യായിക ശുദ്ധരുടെ ശീലം. മാന്യമായ സമ്പത്താണ് ലഭിക്കുന്നതെന്ന് വന്നാൽ പോലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് ഭക്തരുടെ ഗുണം. ഏറെ നന്മകളാർന്നാലും ദ്രോഹം ചെയ്യാതെ അന്യരിൽ സ്വയം നിയന്ത്രണം ചെയ്യൽ ശ്രേഷ്ഠമാം ഗുണമായിടും. ഈ കാലയളവിൽ വലിയൊരു വെല്ലുവിളിയാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഉൾപ്പെടെ നമ്മൾ കേട്ട വാർത്തകളെല്ലാം പലപ്പോഴും മനുഷ്യന്റെ ദ്രോഹത്തിന്റെ വാർത്തകളാണ്. നമ്മളുടെ ഈ കുറൾ ഇന്ന് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളോട് ഒരു വലിയ വിശ്വസ്തത പുലർത്താൻ ഇടവരട്ടെ. ഓവർ. ചിറപ്പ് ഈനും സെൽവം പെറിനും പിറർക്ക് ഇന്ന ചെയ്യാമേ മാഷറ്റാൾക്കോൾ. Even if the rapturable wealth may come, it is the quality of pious men not to harm others. 312. നേരത്തെ പറഞ്ഞതാണ്, സെയിം മീനിങ് തന്നെയാണ്. കറുത്ത് ഇന്ന ചെയ്തവർ കണ്ണും മറുത്ത് ഇന്ന ചെയ്യാമേ മാസറ്റാർ കോൾ. കറുത്ത് ഒരുവൻ തൻ്റെ മേൽ വൈരം കൊണ്ട് ഇന്ന ദ്രോഹങ്ങളെ ചെയ്തക്ക വണ്ണം ചെയ്യുന്നിടത്തും മറുത്ത് തിരിച്ച് പ്രതികാര ബുദ്ധിയോടെ അവന്റെ നേർക്ക് ഇന്ന അത്തരം ദ്രോഹങ്ങളെ ചെയ്യാമേ താനും ചെയ്യാക എന്ന് തന്നെയാണ് മാസറ്റാർ സത്തുക്കളുടെ കോൾ നിലപാട്. വൈരാഗ്യവും വിരോധവും കൊണ്ട്
തനിക്ക് നിരന്തരമായി ദ്രോഹം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരുവനോട് പോലും പ്രതികാര ബുദ്ധിയുടെ പേരിൽ അങ്ങോട്ട് ദ്രോഹം ചെയ്യാതെ ഒഴിഞ്ഞു മാറുക എന്നതാണ് മഹാത്മാക്കളുടെ നയം. തിരുക്കുറൾ അധികാരം 32 ധർമ്മപ്രകരണം. വിഷയം ഇന്നാ ചെയ്യാമേ, ദ്രോഹം ചെയ്യായിക. കുറൾ ക്രൂരമായി ദ്രോഹിക്കുവോരിലും പ്രതികാരമേതുമേ ചെയ്യില്ല നല്ലോർ. ക്രൂരമായി ദ്രോഹിക്കുവോരിലും പ്രതികാരമേതുമേ ചെയ്യില്ല നല്ലോർ. കാലാതീതവും നിത്യപ്രസക്തവുമായ തിരുവള്ളുവരുടെ മഹത് വചനങ്ങൾ ഒരു നല്ല ജീവിതം നയിക്കാൻ പ്രേരണയും പ്രചോദനവും നിരന്തരം നൽകിക്കൊണ്ട് നിലകൊള്ളുന്നു. ക്രൂരമായി തങ്ങളെ ദ്രോഹിക്കുന്നവരിലും മാനവ മൂല്യങ്ങൾ ഉൾക്കൊണ്ടവൻ പ്രതികാരമൊന്നും പ്രവർത്തിക്കുന്നില്ല. ഞാൻ തന്നെയാണ് എനിക്ക് മുൻപിൽ നിൽക്കുന്നവനും എന്ന മഹത് ബോധം ഉണ്ടായാൽ മാത്രമേ അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അവരനെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ അന്യർക്ക് ദ്രോഹം ഉണ്ടാക്കാതെ കഴിയുന്നതാണ് അത്തരക്കാർ ചെയ്യേണ്ടത്. അത് നന്മയുമാണ്. സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. പരസ്പരം ബന്ധപ്പെട്ടും ആശ്രയിച്ചുമാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് ഗമിക്കുന്നത്. അതിനാൽ പാരസ്പര്യങ്ങൾ പുലർത്താത്ത ഒറ്റപ്പെട്ട ജീവിതം മനുഷ്യ പ്രകൃതിക്ക് അനുയോജ്യമല്ല. സാമൂഹികമായ ഒട്ടധികം മര്യാദകൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു, സാഹോദര്യം പറയുന്നു. ഓരോ മനുഷ്യനും മറ്റൊരാളിന്റെ സഹോദരനാണ്. അവനെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ അരുത്. അത്തരക്കാരെ സമൂഹം മാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഉപകാരം ചെയ്യുന്നത് പോലെ പ്രധാനമാണ് അന്യനെ ഉപദ്രവിക്കാതിരിക്കലും. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ തന്നെ പോലെയുള്ളവരെ ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും ഉപയോഗപ്പെടുത്തുക ചില മനുഷ്യരുടെ ഹോബിയാണ്. ജീവിത പ്രയാസങ്ങൾ നേരിടുന്നവരെ കഴിവുള്ളവർ അവർക്കായി കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും മനസ്സ് തുറക്കാതിരിക്കലും ഒരുതരം ദ്രോഹം തന്നെ. ഇനി ഖുറാനിലെ ഒരു കാര്യമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അബൂ മൂസ റളിയല്ലാഹു അൻഹ പറയുന്നു, ദ്രോഹം ചെയ്യാതിരിക്കൽ സ്വതക്കയാണ്. സ്വതക്ക എന്ന് പറഞ്ഞാല് ദാനമാണ്. ഒരിക്കൽ നബിയോട് ഒരാൾ ചോദിച്ചു, ദാനം ചെയ്യൽ നിർബന്ധമാണെന്നിരിക്കെ ദാനം ചെയ്യാൻ കഴിയാത്തവൻ എന്തു ചെയ്യും? നബി പറഞ്ഞു, അവൻ നന്മ ചെയ്യുകയും തിന്മ തടയുകയും ചെയ്യട്ടെ. അപ്പോൾ അയാൾ ചോദിച്ചു, അങ്ങനെയും കഴിയാത്തവനോ? നബിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, അവൻ ദ്രോഹം ചെയ്യാതിരിക്കുക, അതവൻ ചെയ്യുന്ന സ്വതക്ക അഥവാ ദാനം ആകുന്നു. ഒരാൾ തന്റെ ജീവിതത്തെ അങ്ങേയറ്റം ദ്രോഹം ചെയ്താലും ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. മറ്റൊരു കാര്യം, ഇന്ന് യുവാക്കൾക്കിടയിൽ സ്വയം ദ്രോഹം ചെയ്യൽ വളർന്നു വരുന്നു. തങ്ങളുടെ വൈകാരിക ക്ലേശങ്ങളെ നേരിടാൻ സ്വയം ഉപദ്രവിക്കുന്ന സ്വഭാവത്തിലേക്ക് യുവാക്കൾ കൂടുതലായി ആകൃഷ്ടരാകുന്നു. സ്വയം ഉപദ്രവിക്കുന്നവരെ അവരുടെ വൈകാരിക ക്ലേശങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരോട് സ്നേഹവും ദയയും ഉള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് ഒരാളെ ദ്രോഹിക്കപ്പെടുന്നത് കണ്ടു നിൽക്കരുത് എന്നുള്ളതും. ദ്രോഹത്തിന് ഇരയാകുന്നവർക്ക് ആശ്വാസം നൽകലും അത്യാവശ്യം തന്നെ. ദ്രോഹം വിഷമാണ്, വിഷം സ്വയം നശിപ്പിക്കുന്നു. ദ്രോഹിക്കാനുള്ള മനസ്സുള്ളവർ ഇന്ന് നമുക്ക് ചുറ്റിലും കുറുവാ സംഘമായും വട്ടിപ്പലിശക്കാരായും പ്രതികാര വാഞ്ചയുള്ളവരായും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് വ്യാജ പരസ്യങ്ങൾ നൽകി ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ദ്രോഹം തന്നെ. ദ്രോഹത്തെക്കുറിച്ച് വെറും 4 വാക്കുകൾ മാത്രമുള്ള ഒരു ഈരടിയിലൂടെ ഈ ലോകത്തോട് തിരുവള്ളുവർ എല്ലാ മേഖലയിലെയും ഉപദ്രവത്തെക്കുറിച്ച്, ദ്രോഹത്തെക്കുറിച്ച് നമ്മെ ശ്രദ്ധാലുക്കളാക്കുന്നു. ഖുറൽ ഇതാണ്: ക്രൂരമായി ദ്രോഹിക്കുവോരിലും പ്രതികാരമേതുമേ ചെയ്യില്ല നല്ലോർ. ക്രൂരമായി ദ്രോഹിക്കുവോരിലും പ്രതികാരമേതുമേ ചെയ്യില്ല നല്ലോർ. ഓവർ.
കറുത്തു ഇന്ന ചെയ്തവ കണ്ണും മറുത്തു ഇന്ന ചെയ്യമേ മാസ്റ്റർ കോൾ. Though one hurts due to anger, not avenging and torturing is sign of the pious. It is the determination of the spotless not to do evil, even in return, to those who have cherished enmity and done them evil. Over to you, sir. കറുത്തു ഇന്ന ചെയ്വ കണ്ണും മറുത്തു ഇന്ന ചെയ്യാമേ മാശറ്റാൽ കോൾ. 313. മോഹൻ സാർ ഇല്ലേ? എങ്ങനെയാണെങ്കിൽ അതിഭവൻ സാർ ഫ്രീ ആണോ? ഉണ്ട്. സോറി. ഓക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. മ്യൂട്ടായിപ്പോ എത്രയേ ഉള്ളൂ. ചെയ്യാമൽ സെറ്റാർക്കും ഇന്നാതെ ചെയ്തപിൻ ഉയ്യാ விழுமம் தரும். தான் ஒன்றும் செய்யாதிருக்க தனக்கு தீங்கு செய்தவர்க்கும் துன்பமானவற்றை செய்தால் செய்த பிறகு தப்ப முடியாத துன்பத்தையே കൊടുക്കും. ചെയ്യാമർ താൻ മുൻപ് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്നിരിക്കെ ചെറ്റാർക്ക് തൻ്റെ മേൽ വയറ് നിര്യാത ബുദ്ധിയോടെ ദ്രോഹം ചെയ്യുന്നവരിൽ പോലും ഇന്നാതെ താൻ ദ്രോഹങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ പ്രവൃത്തി ധരണം ചെയ്യാൻ സാധിക്കാത്തതായ വിഴുമം മഹാഭാവത്തെ ഉണ്ടാക്കിത്തരും. ഓക്കെ, താങ്ക് യു സർ. തമിഴ് സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക്കായി വിശേഷിപ്പിക്കപ്പെടുന്ന തിരുക്കുറൾ എന്ന ഒരൊറ്റ കൃതി കൊണ്ട് തന്നെ അനശ്വരനായ യുഗപുരുഷനാണ് തിരുവള്ളുവർ. ജന്മസ്ഥലം ചെന്നൈയിലെ മൈലാപ്പൂരാണെന്നും ദക്ഷിണ മധുരയാണെന്നും വിഭിന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. ജീവിതകാലം BC 100 AD 300 ഇടയ്ക്കായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. പഴം തമിഴ് സാഹിത്യത്തിൽ ഇദ്ദേഹം ദേവർ, മുതർപ്പാലവർ, മാതാനുഭംഗി, ദൈവപ്പുലവർ, ചെന്നാപ്പോതകൾ, പെരും നാവലാർ, നാൻപുകനാർ, പുലവർ, പൊയ്യൽ പുലവർ, നായനാർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. അധികാരം 32. ഇന്നാ ചെയ്യാമൈ, ദ്രോഹം ചെയ്യായിക അല്ലെങ്കിൽ ബീയിങ് ഹാംലെസ്. ദ്രോഹം അകാരണം ചെയ്വോരെയും ദ്രോഹിച്ചിടുകിൽ തീരില്ല പാപം. ദ്രോഹം അകാരണം ചെയ്വോരെയും ദ്രോഹിച്ചിടുകിൽ തീരില്ല പാപം. ഒരു പൂജാമുറി പോലെ ശുദ്ധമായിരിക്കണം മനസ്സ്. സദ്വികാരങ്ങളെക്കാൾ എണ്ണത്തിൽ അധികമാണ് ദുർവികാരങ്ങൾ. അത്തരം ദുർവാസനകളെ മനസ്സിൽ കടന്നുകൂടാതെ അകറ്റി നിർത്തണം. കാരണം ധർമ്മം മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉറവ ശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ലഭിക്കുന്ന ജലം ജീവദായിനിയാകൂ. സ്വച്ഛവും സുസ്ഥിതവും അചഞ്ചലവുമായിരിക്കണം മനസ്സ്. മനസ്സിന്റെ താളം പിഴച്ചുപോയവർ ലോകനന്മകളെ കാണുന്നില്ല. മനസ്സാണ് ധർമ്മസാധനം. അവിടെ കോപം, അസൂയ, ദുർവാക്ക്, ദുര തുടങ്ങി യാതൊരു കളങ്കവും പാടില്ല. നമ്മുടെ ഉയർച്ച പോലെ തന്നെ പ്രധാനമാണ് അന്യരുടെയും ഉയർച്ച. ഒരു സമൂഹത്തിൽ ചിലർ മാത്രം വളരുകയും ഉന്നത സ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്താൽ പോരാ. സമൂഹ വൃക്ഷത്തിന്റെ എല്ലാ ശാഖകളിലും ചോരയോട്ടം ഉണ്ടാകണം. എല്ലാ ശാഖകളും ഒരുപോലെ തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യട്ടെ. അവിടെ ഒരു ശാഖ മറ്റൊരു ശാഖയ്ക്ക് ഉപദ്രവം അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്നുവെങ്കിൽ
ആ വൃക്ഷത്തെ തന്നെയാകും അത് നശിപ്പിക്കുക. അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കുക. മനസ്സ വാച കർമ്മണ മറ്റുള്ളവർക്ക് ദ്രോഹമായി ഭവിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക. അസഹിഷ്ണുത മനസ്സിന്റെ സമനില തെറ്റിക്കുന്നു. അതുമൂലം ദുർവാസനകൾ രൂപപ്പെടുന്നു. ഹൃദയം നിർമ്മലവും പരിശുദ്ധവുമായിരിക്കട്ടെ. ഒരു കാരണവുമില്ലെങ്കിൽ പോലും നമ്മെ ദ്രോഹിച്ചവരാണെങ്കിൽ പോലും തിരിച്ച് ദ്രോഹം ചെയ്യുന്നത്, പ്രതികാരം ചെയ്യുന്നത് അസഹനീയമായ ദുരിതങ്ങൾ കൊണ്ടുവരുമെന്ന് തിരുക്കുറൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗത്തിൽ 62-63 ശ്ലോകങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതും ഇത് തന്നെയാണ്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സഞ്ജായതേ കാമകാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അതായത് ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളായ വിഷയങ്ങളെ ധ്യാനിച്ചിരിക്കുന്നവനായ പുരുഷന് അവയിൽ സംഘം, ചേർച്ച അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകുന്നു. ഈ ആസക്തിയിൽ നിന്നാണ് ആഗ്രഹം ജനിക്കുന്നത്. ആഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആഗ്രഹത്തിന് തടസ്സം നേരിടുമ്പോൾ കോപമുണ്ടാകുന്നു. കോപം കൊണ്ട് നീചവൃത്തിയിലെ ആഗ്രഹമാകുന്ന സമ്മോഹം അല്ലെങ്കിൽ അവിവേകമുണ്ടാകുന്നു. അവിവേകത്താൽ എന്ത് ചെയ്യേണ്ടതെന്നും എന്ത് ചെയ്തുകൂടാത്തതെന്നും അറിയുന്നില്ല. ആത്മതത്വത്തെ പറ്റിയുള്ള ചിന്ത ഇല്ലാതാകുന്നു. അതായത് ശാസ്ത്രത്താലും ആചാര്യ ഉപദേശത്താലും മനസ്സിലാക്കിയ അർത്ഥങ്ങളെ മറക്കുന്നു. അറിയാകയാൽ താൻ പ്രത്യേകാത്മസ്വരൂപനാണെന്ന നിശ്ചയ ബുദ്ധിക്കും നാശം വരും. ബുദ്ധിനാശം അതായത് കാര്യകാര്യ വിവേകത്തിന് യോഗ്യമായ അന്ധഃകരണം മലിനമാവുക എന്നർത്ഥമാക്കുന്നു. ബുദ്ധിനാശത്തിന് ഹേതുവായി താൻ നശിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഉത്തമ പുരുഷാർത്ഥത്തെ നേരിടുന്നതിനുള്ള യോഗ്യത ഇല്ലാത്തവനായി തീരുന്നു. അല്ലെങ്കിൽ ഈ സംസാരത്തെ പ്രാപിക്കുന്നു. ദ്രോഹം അകാരണം ചെയ്യുവരെയും ദ്രോഹിച്ചിടുകിൽ തീരില്ല പാപം. താങ്ക് യു. On no ill from us to someone torments, and if we retaliate from that action, inescapable worry emerges. ചെയ്യാമൽ ചെറ്റാർക്കും ഇന്നതാ ചെയ്വപ്പിന് ഉയ്യാ വിഴുമം തരും. കുറൽ 114. തിരുക്കുറളിലെ ഈ 32-ാം അധ്യായത്തില് ഏറ്റവും വളരെ ലളിതമായിട്ട് ഉള്ള ഒരു കുറളാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ഒരു കുറളാണ്. എല്ലാവരും എല്ലായ്പ്പോഴും എല്ലാ പ്രസംഗങ്ങളിലെയും എല്ലാ രംഗങ്ങളിലേക്കും അവതരിപ്പിക്കുന്ന ഒരു കുറളാണ്. ഇന്ന ചെയ്താരെ പൊറുത്തൽ അവർ നാണ് നന്നയം ചെയ്തു വിടൽ. ഇന്ന ചെയ്തവരെ തണ്ടിത്തൽ അവരെ നാണുംപടിയാക അവർക്ക് നൽ ഉദവി ചെയ്ത് അവരുடைய தீமையையும் നന്മയെയും മറந்து വിടുതലാകും. ഇന്ന ചെയ്താരെ തനിക്ക് ദ്രോഹങ്ങൾ ചെയ്തവരെ ഓർത്തൽ ശിക്ഷിക്കുന്നത് എങ്ങനെയെന്നാൽ അവർ നാണ് അവർ പോലും ലജ്ജിച്ച് പോകുന്ന വിധത്തിൽ അവർക്ക് നന്നയം സന്തോഷകരമായ സ്നേഹോപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ട് വിടൽ അതെല്ലാം മറന്നേക്കുക എന്നതാകുന്നു. അകാരണമായും നിരന്തരമായും ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായും ശിക്ഷ അർഹിക്കുന്നു. പക്ഷേ എന്തായിരിക്കണം ആ ശിക്ഷ? അവർ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തി പോകുന്ന മട്ടിൽ സ്നേഹപൂർവം അവർക്ക് ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം അവർ ചെയ്ത ദ്രോഹത്തെയും അവർക്ക് ചെയ്ത ഉപകാരങ്ങളെയും ഒരേ സമയം മറക്കുകയും ചെയ്യും. വളരെ ലളിതമായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കുറളാണ്. പക്ഷെ എനിക്കൊന്ന് പലർക്കും ഇങ്ങനെ അവരുടെ ഓഫീസിലോ അല്ലെങ്കിൽ അവര് ഏർപ്പെട്ടിരിക്കുന്ന ആ തൊഴിൽ മേഖലകളിൽ അപൂർവമായിട്ടെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അത് മേലുദ്യോഗസ്ഥന്മാരോടായിക്കോട്ടെ, അല്ലെങ്കിൽ തന്നെക്കാൾ താഴെയോടായിക്കോട്ടെ, അല്ലെങ്കിൽ വീടുകളിലായിക്കോട്ടെ. അതായത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെങ്കിൽ പോലും തിരിച്ചങ്ങോട്ട് ചെറിയ നന്മ ചെയ്യുകയാണെങ്കിൽ അവർ ശരിക്കും അവർക്ക് മനസ്സാക്ഷി ഉണ്ട്, അല്ലെങ്കിൽ
അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു സഹതാപം അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഇങ്ങനെ ഞാൻ ചെയ്തു പോയില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ തല തുനിക്കുക തന്നെ ചെയ്യും. നാണിച്ച് അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തിയുടെ ഒരു ഇതുകൊണ്ട് അവരെ ലജ്ജിച്ച് തല താഴ്ത്തുക തന്നെ ചെയ്യും എന്ന് വള്ളുവർ പറയും. ശ്രീകുമാരി മാം, മുന്നോട്ട് ചെയ്യൂ. അധികാരം 32 314 തിരുക്കുറൾ ഏറ്റവും മഹത്തരവും പ്രധാനവുമായ ഒരു കുറൾ ആണ് ഇതിൽ കാണുന്നത്. ഇന്നാ ചെയ്താരൈ ഒറുത്തൽ അവർ നാണ നന്നയം ചെയ്തുവിടൽ ദ്രോഹിയും നാണിച്ചു പോകും വിധത്തിലായി കാർദ്ദമായി സ്നേഹിച്ചു മാനസം മാറ്റിടാം. ദ്രോഹികളെ ദണ്ഡിക്ക ലവർ തന്നെ നാണിച്ചു പോകുമളവു പ്രകൃതികൾ ചെയ്യൽ. എത്ര നിഷ്ഠൂരമായ ദ്രോഹിയും നാണിച്ചു പോകത്തക്ക രീതിയിൽ ഹൃദയപൂർവം സ്നേഹിച്ചാൽ അയാൾക്ക് മാനസാന്തരമുണ്ടാകും. എന്ന് വെച്ചാല് നമ്മെ എത്രമാത്രം ദ്രോഹിക്കുന്നോ അത്രയ്ക്കും അവരെ സ്നേഹിക്കുക, അവർക്ക് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. അപ്പൊ അവർക്ക് കുറ്റബോധമുണ്ടാകും. കുറ്റബോധമുണ്ടായി അവരുടെ മാനസാന്തരം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ദ്രോഹിയോട് ഒരിക്കലും പ്രതികാരം ചെയ്യാൻ ഒരുമ്പെടും. അങ്ങനെ ഒരുമ്പെട്ടാൽ പിന്നെയും കാര്യങ്ങൾ വഷളാകും. പ്രതികാരം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ വൈരാഗ്യം ഉണ്ടാവുകയും അയാൾ വീണ്ടും വീണ്ടും പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കാനും ഇടയാകും. ഈ ഈരടി തമിഴിൽ വളരെ പ്രസിദ്ധമാണ്. സാമൂഹ്യ ജീവിത പ്രക്രിയയിൽ പരസ്പരം നന്മ തിന്മകൾ ചെയ്തിരിക്കും, പുണ്യപാപങ്ങൾ കൊണ്ടിരിക്കും. എന്നാൽ ദ്രോഹം ചെയ്യുന്നവർക്ക് നന്മകൾ മാത്രം അഥവാ ഉപകാരങ്ങൾ മാത്രം ചെയ്ത് അവരെ കുറ്റവിമുക്തരാക്കുക, പരസ്പരം ചെയ്ത നന്മ തിന്മകളെ മറക്കുക. ഒരു യോഗിക്ക് തൻ്റെ ദ്രോഹിയോട് ദ്രോഹം ചെയ്യാൻ ആവില്ല. യോഗി ആ ദ്രോഹിക്ക് ഗുണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. തിന്മയെ നന്മ കൊണ്ട് നശിപ്പിക്കണം എന്നാണ് തിരുവള്ളുവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്ര ദുഷ്ടനായാലും എത്ര ദ്രോഹം തന്നെ നമുക്ക് ചെയ്താലും അത് നാം മറക്കണം, ഒരിക്കലും മനസ്സിൽ വെച്ച് പ്രവർത്തിക്കരുത്. എന്നാൽ മാത്രമേ അയാളെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. സർ, ഇന്നാ ചെയ്താരെ ഒറ്റത്തൽ അവർ നാണ നിർണയം ചെയ്തുവിടൽ. Punishment for those torture is to do good things for them till they are ashamed and forgetting them. Thank you, sir. ജോർജ് സാറും കൂടെ പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു സർ. ഞാനും ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഇന്ന ചെയ്താരായി ഉറുത്താൽ അവർ നന്നയം ചെയ്തു വിടൽ. Punishment for those torture is to do good things for them till they are ashamed and forgetting them. The proper punishment to those who have done evil to you is to put them to shame by showing them kindness in return and to forget both the evil and the good done on both sides. Thank you, sir. Over to you. ഇന്നാ ചെയ്യാരെ ഒരുത്തൻ അവ നാണ നന്നയം ചെയ്തു വിടൽ. കുറൾ 315. അറിവിനാൻ ആവുവതുണ്ടോ പെരുതിൻ നോയ് തൻ നോയ് പോൽ പോറ്റാ കടை மற்ற உயிரின் துன்பத்தை தன் துன்பம் போல் கருதி காப்பாற்றாவிட்டால் പെറ്റുള്ള അറിവിനാൽ ആകും பயൻ ഉണ്ടോ? ഇവിടെ കവി ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് എല്ലാ അറിവും നേടിയിട്ടുള്ള ഒരു വ്യക്തി, മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആ അറിവ് കൊണ്ട് മറ്റുള്ളവരോട് അല്ലെങ്കിൽ തന്നെക്കാൾ
താന് അല്ലെങ്കിൽ തൻ്റെ കൂടെ സഹവസിക്കുന്ന ജീവനുകൾ, അത് പ്രാണികളായിക്കോട്ടെ എന്തായിക്കോട്ടെ, അവരോട് ഉള്ള പെരുമാറ്റം വേറെ രീതിക്കായി പോയാൽ ആ അറിവ് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. അറിവിനാൻ നാനാവിധത്തിൽ ആർജിച്ചെടുത്ത ജ്ഞാനം കൊണ്ട് ആകുവത് സാധ്യമാവുന്ന ഒരു പ്രയോജനം ഉണ്ടോ, ഉണ്ടാകുമോ? കവി തന്നെ പറയുന്നുണ്ട്, ഇല്ല. എപ്പോഴാണ്? ഇറുദിൻ, മറ്റൊരു സൃഷ്ടിയുടെ നോയ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദുഃഖം, തൻ നോയ് പോൽ, തൻ്റെ ദുഃഖം പോലെ സ്വന്തം ദുഃഖമായി തന്നെ കരുതി അത് പോറ്റാക്കടை പോക്കി രക്ഷപ്പെടുത്തുവാൻ തയ്യാറാവുന്നില്ല എങ്കിൽ അങ്ങയുടെ അറിവ് കൊണ്ട് ഒരു നേട്ടവും ഇല്ല. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർക്ക് എല്ലാം അവർക്ക് താഴെയാണ്. അറിവില്ലാത്തവർ, പ്രാണികൾ എല്ലാം അതിൽപ്പെടും. അവയുടെയൊക്കെ വേദന സ്വന്തം വേദനയായി കരുതുന്ന തന്മയഭാവമല്ലാത്ത മറ്റൊന്നുമല്ല അറിവ്. ആ നിലയ്ക്ക് അന്യദുഃഖം സ്വന്തം ദുഃഖമായി ഉൾക്കൊള്ളുവാനും അത് പരിഹരിക്കുവാനും ആശ്വാസമരളി രക്ഷിക്കുവാനും ഉദ്യമിക്കാതെ അറിവല്ല, അത് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് മാത്രം. ഇവിടെ ചെറിയ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ശ്രീ രാമകൃഷ്ണ ആശ്രമത്തിലെ ശാരദാ ദേവിയുടെ ഒരു അനുഭവമാണ്. ഒരു ബ്രഹ്മചര്യ ആശ്രമത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഇതിന്റെ കൂടെ തന്നെ ഒരു പൂച്ചയും ഉണ്ടായിരുന്നു. ഈ പൂച്ചയ്ക്കാണെങ്കിൽ അങ്ങോട്ട് വളരെ എന്താ പറഞ്ഞാൽ ഒരു ആദരവൊക്കെ ഉള്ളതാണ്. അത് എപ്പോഴും ഈ ബ്രഹ്മചാരിയുടെ കാലിനെ ചുറ്റി വരികയും അതിനെ ഒന്ന് സ്പർശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇങ്ങർക്ക് ആ പൂച്ചയെ കാണുന്നതോ അത് തൻ്റെ അടുത്ത് വരുന്നതോ തന്നെ അത് നാവുകൊണ്ട് നക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. അതിനെ ഉപദ്രവിക്കും, ചിലപ്പോൾ അടിക്കും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹം വിചാരിച്ചു ശാരദാദേവി ഇതൊന്നും അറിയുന്നില്ല എന്ന്. പക്ഷെ ഒരിക്കൽ ശാരദാദേവി അവരൊരു യാത്ര പോകുന്ന സമയത്ത് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ പൂച്ചയൊന്നും ഉപദ്രവിക്കരുത്, അതിന്റെ പാട്ടിലേക്ക് വിട്ടേക്കണം എന്ന് പറഞ്ഞു. ബ്രഹ്മചാരി വിചാരിച്ചു ദേവി ഇതൊന്നും അറിയാതെ ആണ് ഇത്രയും കാലം ഇരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ ദേവി ഇത് അറിയുന്നുണ്ടായിരുന്നു, ശാരദാദേവി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ദേവി ഇതൊക്കെ അറിഞ്ഞിട്ടാണോ അമ്മ എന്നോട് ഇതൊന്നും ചോദിക്കാതെയും എന്നെ സഹായിക്കുകയും ഇരുന്നതെന്ന് വെച്ചു. അപ്പോൾ ശാരദാദേവി മറുപടി പറഞ്ഞത്, നിന്നിലും ആ പൂച്ചയിലും ഞാൻ എന്നെയാണ് കാണുന്നത്. എനിക്ക് രണ്ടുപേരും ഒരേപോലെയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ പൂച്ചയുടെ ദുഃഖവും എൻ്റെ ദുഃഖമാണ് എന്ന് പറഞ്ഞ് അവിടെ മറുപടി പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ അധികാരം 32, ധർമ്മപ്രകരണം. വിഷയം ഇന്നാ ചെയ്യാമൈ ദ്രോഹം ചെയ്യായിക. 1330 സൂത്രവാക്യങ്ങൾ കൊണ്ട് മനുഷ്യലോകത്തിന് ജാതി മത ഭേദമന്യേ ജന്മസാഫല്യം നേടാൻ വേണ്ടുന്ന സകല തത്വങ്ങളും വെളിപ്പെടുത്തുന്ന തിരുക്കുറൾ എന്ന മഹനീയ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച തിരുവള്ളുവർ എന്ന തത്വജ്ഞാനിയായ ദിവ്യകവിയെ നമസ്കരിക്കുന്നു. കുറൾ 315. അറിവിനാൽ ഫലമെന്ത് പരദുഃഖം തന്റെയായി കരുതി അത് പോക്കാതിരിക്കിൽ. അറിവിനാൽ ഫലമെന്ത് പരദുഃഖം തന്റെയായി കരുതി അത് പോക്കാതിരിക്കൽ. അറിവുള്ളവൻ, ജ്ഞാനമുള്ളവൻ, മനസ്സിലാക്കാൻ കഴിവുള്ളവൻ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്തെന്നാൽ അയാൾ പരദുഃഖം, അന്യന്റെ ദുഃഖം തന്റേതെന്ന് കരുതി അത് മാറ്റിക്കൊടുക്കാൻ സഹായിക്കാതിരുന്നാൽ, തനിക്കു ചുറ്റും കാണുന്നവന്റെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ തന്നാലാവുന്നത് ചെയ്യുക എന്നതാണ് ഇതിലെ ധ്വനി. ഒരാളിന്റെ സകല ദുഃഖങ്ങളും മാറ്റാൻ നമുക്കാവില്ല. എന്നാൽ ഒരുവന്റെ കഷ്ടപ്പാടിൽ ഒരു കൈത്താങ്ങാകാൻ കഴിയണം എന്നാണ് തിരുക്കുറൾ പറയുന്നത്. പരദുഃഖം സ്വന്തം ദുഃഖമായി മാറുന്ന അവസ്ഥയിലെത്തിയാല് പിന്നെ ഞാനെന്ന ഭാവം, അഹങ്കാരം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകും. ഈ കുറളിന്റെ വരികൾക്ക് ഉദാഹരണമായി നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതാണ് കൊറോണ കാലം, പ്രളയകാലം, വയനാട്ടിലെ പ്രകൃതി ദുരന്തം തുടങ്ങിയവ. കൊറോണ കാലത്തെ
ആതുര ശുശ്രൂഷ, ശവസംസ്കാരം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചവർ പരദുഃഖം സ്വന്തം ദുഃഖമായി കണ്ടവർ തന്നെ. പ്രളയകാലത്തെ മത്സ്യമേഖലയിലെ സഹോദരങ്ങൾ വള്ളങ്ങളിൽ മനുഷ്യരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചതും പരദുഃഖം തന്റേതായി കണ്ടവർ തന്നെ. മറ്റൊരു പ്രധാന ഈ അടുത്ത കാലത്ത് നടന്ന ഒരു കാര്യമായിരുന്നു കർണാടക ശിരൂർ അപകടം. അപകടത്തിൽപ്പെട്ട ലോറി ഡ്രൈവറായ നമ്മുടെ പ്രിയപ്പെട്ട അർജുനനെ കണ്ടെത്താനായി കർണാടകയിലെ ഗംഗാവാലിയുടെ തീരങ്ങളിൽ 72 ദിവസത്തോളം പ്രതീക്ഷയോടെ കണ്ണും നട്ടിരുന്ന മനാഫും തോരാത്ത മഴയിൽ ഉഗ്രതാണ്ഡവമാടുന്ന അടിയൊഴുക്കുള്ള ഗംഗാവാലി പുഴയിൽ വെള്ളത്തിൽ മുങ്ങി തപ്പാനിറങ്ങിയ ഈശ്വർ മാൽപേയും സ്ഥലം MLA സതീഷ് കൃഷ്ണസേയിൽ കണ്ണാടിക്കൽ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ജനസാഗരത്തിലും പരദുഃഖം കാണാൻ കഴിയുന്നുണ്ട്. ഓരോ പ്രഭാതവും പ്രാർത്ഥനയോടെ കാത്തിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ, മനുഷ്യസ്നേഹികൾ എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം, പരദുഃഖം അന്യം നിന്നിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുക്കുറളിന്റെ ഈരടികൾ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം UNO പ്രസംഗത്തിൽ 2 പ്രാവശ്യവും, നമ്മുടെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ ചിദംബരം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനും ഒക്കെ തങ്ങളുടെ പ്രസംഗങ്ങളിൽ എപ്പോഴും തിരുക്കുറൾ ഉദ്ധരിക്കാറുണ്ട്. കന്യാകുമാരിയിലെ വള്ളുവനാട്ടിൽ 133 അധ്യായങ്ങളെ ഓർമ്മപ്പെടുത്തി 133 അടി പൊക്കത്തിൽ നിലകൊള്ളുന്ന തിരുവള്ളുവർ മാനവ സമൂഹത്തിൽ എക്കാലവും നിലകൊള്ളുക തന്നെ ചെയ്യും. അതെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാൻ കഴിയണം. അത് പരദുഃഖത്തിന്റെ മറ്റൊരു മുഖമാണെന്ന് കാണാം. കുറൾ അറിവിനാൽ ഫലമെന്ത് പരദുഃഖം തന്റെയായി കരുതി അത് പോക്കാതിരിക്കൽ. അറിവിനാൽ ഫലമെന്ത് പരദുഃഖം തന്റെയായി കരുതി അത് പോക്കാതിരിക്കൽ. ഓവർ. Roy sir, unmute. Tirukural, chapter 32, refraining from harmful deeds even yields glory and riches. Quran 315. If another's woe is not reckoned as own sorrow and redressed, what benefit in acquired knowledge? What benefit has he derived from his knowledge, who does not endeavor to keep off pain from another as much as from himself? മറ്റൊരാളുടെ കഷ്ടത സ്വന്തം ദുഃഖമാക്കി കണക്കാക്കി പരിഹരിച്ചില്ലെങ്കിൽ നേടിയ അറിവുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് മനസ്സിലാക്കും. ഓക്കെ, ഓവർ. അറിവിനാൽ ആകുവതുണ്ടോ എറുതിന്നോയ് തൻ നോയ്പാൽ ഒറ്റാക്കലേ. 316. இன்னா எனத்தான் உணர்ந்தவை துன்னாமை வேண்டும் பிறன்கண் செயல். ஒருவன் துன்பமானவை என்று தன் வாழ்க்கையில் கண்டு உணர்ந்தவைகளை மற்றவனிடத்தில் செய்யாமல் தவிர்க்க வேண்டும். കവി വീണ്ടും പറയാണ്, ഇന്ന എന ദുഃഖം ഉണ്ടാക്കുന്നതാണ് എന്ന് താൻ അവനവൻ ഉണർന്നവൈ അനുഭവങ്ങളിലൂടെയും അനുമാനങ്ങളുടെയും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിറൻകൾ അന്യർക്ക് ചെയ്യൽ സ്വന്തം പ്രവർത്തികളിലൂടെ തുന്നാമൈ വേണ്ടും ഒരിക്കലും ചെയ്യരുത്. അതായത് നമ്മളത് അനുഭവിച്ചു, അതേ കാര്യങ്ങൾ ഒറ്റ വ്യക്തിക്ക് ഒരു കാരണം കൊണ്ടും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുത്. താങ്ക് യു സർ. കുറൾ 316.
ദുഃഖകരമെന്ന് താൻ അറിയുന്ന തന്യരിൽ ചേർക്കരുത് ചെയ്തികളിലൂടെ. ദുഃഖകരമെന്നു താൻ അറിയുന്നത് അന്യരിൽ ചേർക്കരുതു ചെയ്തികളിലൂടെ. നല്ലൊരു മനസ്സ് തെളിഞ്ഞ കണ്ണാടി പോലെയായിരിക്കണം. മനസ്സിൽ കളങ്കമുണ്ടാവരുത്. കളങ്കമുള്ള മനസ്സിൽ നന്മയുടെ വിത്തുകൾ മുളയ്ക്കുന്നില്ല. മനുഷ്യ സ്നേഹത്തിന്റെ വിത്തുകൾ അവിടെ മുളയ്ക്കുന്നില്ല. ഇതുകൊണ്ടുള്ള ദുരിതം മറ്റുള്ളവർക്ക് മാത്രമല്ല, അവനവനു കൂടി ബാധകമാണ്. കാരണം ധർമ്മം മനസ്സിൽ നിന്ന് തുടങ്ങുന്നു. മനസ്സ് വിഷമയമായിരിക്കുന്ന ഒരാളുടെ പ്രവൃത്തിയും അത്രമേൽ ദുഷിച്ചതായിരിക്കും. ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ലോകത്തിന് തന്നെയും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവർ ഇതൊക്കെ മനസ്സിലാക്കാൻ വൈകിപ്പോയിരിക്കുന്നു. ശാന്തവും നിഷ്കളങ്കവുമായ മനസ്സ് വർണ്ണാശ്രമം പോലെ പവിത്രമാണ്. ദുർബലവും ദുഷ്ടവുമായ മനസ്സ് നിസാര വസ്തുക്കളെ പോലും പർവ്വതീകരിച്ച് കാണുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന വലിയ വലിയ പ്രത്യാഘാതങ്ങൾ അവർക്ക് കാണുവാനേ കഴിയില്ല. തൻ്റെതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവനെ പോലെ സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെ വിഷം കൊടുത്ത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ യുവതിക്ക് നീതിപീഠം വധശിക്ഷ വിധിച്ച വാർത്ത നമ്മളൊക്കെ ഞെട്ടലോടെയാണ് ശ്രവിച്ചത്. ആ ഒരു നിമിഷത്തെ ദുഷ്ടചിന്ത മൂലം ചുറ്റുമുള്ളവരുടെയും തൻ്റെ തന്നെയും ജീവിതമാണ് നശിപ്പിക്കപ്പെട്ടത്. ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ. കോപം പോലെ തന്നെയാണ് ദ്രോഹവും. ആരെയെങ്കിലും ദ്രോഹിച്ചേ തീരൂ എന്ന് നിർബന്ധമുള്ളവർ ആദ്യം അവനവനെ തന്നെ ദ്രോഹിക്കട്ടെ. ആഗ്രഹവും നിറവേറും, ലോകത്തിന് സമാധാനവും ഉണ്ടാകും. ദുഃഖകരമാണ്, വേദനയുണ്ടാക്കുന്നതാണ്, ദ്രോഹമാണ് എന്നൊക്കെ അനുഭവങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയും തനിക്ക് നേരിട്ടറിയാവുന്ന ഒരു പ്രവൃത്തിയും അറിഞ്ഞോ അറിയാതെയോ അന്യരുടെ നേർക്ക് ചെയ്യുവാൻ പാടില്ല. തിരുവള്ളുവർ എന്ന ഋഷികവി 2000ഓളം വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന് സമ്മാനിച്ച അക്ഷയവും അമൂല്യവുമായ നിധിയായ തിരുക്കുറളിൽ ഇതെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇന്ന എനത്താൻ ഉണർന്നവൈ തുന്നാമൈ വേണ്ടും പിറർക്കൺ ചെയ്യൽ. ദുഃഖകരമെന്ന് താൻ അറിയുന്നത് അന്യരിൽ ചേർക്കരുത് ചെയ്തികളിലൂടെ. താങ്ക് യു. Beware not to do those things learned to be evil by the self to others. ഖുറാൻ 317. ആദ്യം സർ സ്റ്റാർട്ട് ചെയ്യോ? സ്റ്റാർട്ട് ചെയ്തോ. குறள் 317. எனைத்தானும் எஞ்ஞான்றும் யார்க்கும் മനത്താനാം മാണാ ചെയ്യാമൈ തലൈ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, என்றென்றுം எவர்க்கும் எவ்வகையிலும் മനത്തളവിലും തുன்பം ചെയ്യാമൈ சிறப்பு. മനസ്സുകൊണ്ട് പോലും യാർക്കും നമ്മൾ തിന്മ ചെയ്യാൻ പാടില്ല എന്നാണ് വള്ളുവർ ഇവിടെ പറയുന്നത്. മനസ്സുകൊണ്ട് ഇവൻ നമ്മൾ പൊതുവെ എല്ലാവരും കാണാറുണ്ട്, ചില ആൾക്കാർ അവൻ നന്നായിരിക്കുന്നു, അവന് അങ്ങനെ ചിന്തിക്കുന്നത് പോലും പാടില്ല എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. കഴിഞ്ഞോ സർ? കഴിഞ്ഞു. നമസ്കാരം. തിരുക്കുറൾ അധികാരം 32 ധർമ്മപ്രകരണം. ദ്രോഹം ചെയ്യായിക അല്ലെങ്കിൽ അധർമ്മം ചെയ്യായിക. തിരുക്കുറൾ 133 അധ്യായങ്ങളെ പിൽക്കാലത്തെ ജ്ഞാനികൾ 3ആയി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേതിൽ 38 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത് സത്യം, ധർമ്മം എന്നിവയെ കുറിച്ചാണെങ്കിൽ രണ്ടാം ഭാഗത്തിലെ 70 അധ്യായങ്ങളിൽ ഈ ധർമ്മം പാലിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യ ജീവിതം എങ്ങനെ ചിലവഴിക്കാം എന്നും മൂന്നാം ഭാഗം ഭൂമിയിലെ ജീവിതം വിജയപ്രദമായി സന്തോഷകരമായി അപകടമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്നും പറയുന്നു. ഇതൊരു മോട്ടിവേഷണൽ പാർട്ട് കൂടിയാണ്. 32ാമത് അധികാരത്തിലെ 317 ഖുറൾ ഇതാണ്: എമ്മട്ടുമാർക്കും ഒരു പോതും മനം കൊണ്ടും തിന്മ ചിന്തിക്കായിക
ധർമ്മം. എമ്മട്ടുമാർക്കും ഒരു പോതും മനം കൊണ്ടു തിന്മ ചിന്തിക്കായിക ധർമ്മം. ഒരു തരത്തിലും അന്യന്റെ ദോഷം മനസ്സിൽ ചിന്തിക്കാതിരിക്കൽ ധർമ്മമത്രേ. അധർമ്മം ചെയ്യാതിരിക്കലും ധർമ്മം. കർമ്മം ചെയ്യുക തന്നെ വേണം. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ധർമാനുസാരിയായിരിക്കുകയും വേണം. ഈ ഈരടിയിൽ ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കടമയെക്കുറിച്ചാണ്. അന്യന്റെ ദോഷം ചിന്തിക്കാതിരിക്കൽ തന്നെ ധർമ്മമായി പറയുന്നു. ധർമ്മം എന്ന പദം ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയാത്ത ഒരു പദമായി കണക്കാക്കപ്പെടുന്നു. ധർമ്മം എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം അടിസ്ഥാന സ്വഭാവം അല്ലെങ്കിൽ ശാശ്വത സ്വഭാവം എന്നാണ്. ജലത്തിന്റെ ധർമ്മം ഒഴുകലാണ്. പഞ്ചസാരയുടെ ധർമ്മം മധുരമാണ്. വെള്ളം ഒഴുകിയില്ലെങ്കിൽ അത് വെള്ളമല്ല. അതുപോലെ തന്നെ മധുരമില്ലാത്ത പഞ്ചസാര പഞ്ചസാരയല്ല താനും. ഇനി മനുഷ്യരുടെ കാര്യമെടുത്താൽ ചിലപ്പോൾ വർണ്ണാശ്രമ കർത്തവ്യങ്ങളെ ധർമ്മമായി പറയാറുണ്ട്. ഒരു യോദ്ധാവിന്റെ കർത്തവ്യം യുദ്ധം ചെയ്യുക, ഒരു ഡോക്ടറുടെ ചുമതല രോഗികളെ രക്ഷിക്കുക. ഇത് കൃത്യമായി ധർമ്മമല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് സ്വധർമ്മം അഥവാ വ്യക്തിപരമായ കർത്തവ്യങ്ങൾ. എല്ലാ ജീവജാലങ്ങൾക്കും അവയുടേതായ യഥാർത്ഥ ധർമ്മം ഉണ്ടായിരിക്കും. ഒരു വിദ്യാർത്ഥിയുടെ കടമ പഠനം ആയിരിക്കാം, പക്ഷേ ധർമ്മം ഭാവിയിൽ സമൂഹത്തെ സേവിക്കുക എന്നതാണ്. അതുപോലെ തന്നെയാണ് ഭരണകർത്താക്കൾ സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്നതും ധർമ്മം തന്നെയാണ്. ഇത് മനസ്സിലാക്കുന്നതിലൂടെ ചുമതലകൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നു. ദൈവത്തിന്റെ ദാസനാകാൻ തൽപരനായിട്ടുള്ളവൻ അതുകൊണ്ട് തന്നെ ദൈവ സൃഷ്ടിയായ മറ്റ് ജീവാത്മാക്കളോട് സാഹോദര്യത്തോടെ പെരുമാറുന്നതോടെ അവിടെ ധർമ്മം സംരക്ഷിക്കപ്പെടുന്നു. അഗ്നി വെളിച്ചവും ചൂടും നൽകേണ്ടത് അതിന്റെ പ്രകൃതി ധർമ്മമാണ്. അതുപോലെ തന്നെയാണ് മാനവനും അന്യർക്ക് ദോഷം ഉണ്ടാക്കാതിരിക്കാൻ ധർമ്മമാണ് ഇത് ഉണ്ടാക്കാതിരിക്കൽ, അന്യർക്ക് ദോഷം ഉണ്ടാക്കാതിരിക്കൽ ധർമ്മമാണ് എന്നീ വരികളിൽ പറയുന്നു. തിരുവള്ളുവരും തിരുക്കുറളും മറ്റ് വേദഗ്രന്ഥങ്ങൾക്കൊപ്പമെന്ന് പറയുന്നതിന് പല കാരണങ്ങളും കണ്ടെത്താം. ഇത് പ്രദാനം ചെയ്യുന്ന സാന്മാർഗിക ക്രമം കിടയറ്റതാണ്, പ്രായോഗികമാണ്. ഇതിലൂടെ ലഭിക്കുന്നത് കളങ്കരഹിതവും സത്യസന്ധവുമായ കാര്യങ്ങളാണ്, പ്രവചനങ്ങളാണ്. അശാസ്ത്രീയമായ യാതൊരു പരാമർശവുമില്ല, യാതൊരു വൈരുദ്ധ്യവുമില്ല. മനസ്സുകൊണ്ട് ഒരു നോട്ടം കൊണ്ട് പോലും മറ്റൊരാൾക്ക് ഒരു ചെറിയ നോവ് ഉണ്ടാക്കാതിരിക്കലാണ് ധർമ്മമെന്ന് നമ്മൾ ഈ പറഞ്ഞ വരിയിൽ കാണുവാൻ കഴിയും. ഏതുപോലാണോ ആയുർവേദ മരുന്നുകൾ 21 പ്രാവശ്യം ആവർത്തിച്ച് ഡിസ്റ്റിൽ ചെയ്ത് അതിലെ സബ്സ്റ്റൻസ് വേർതിരിച്ചെടുക്കുന്നത്, അതുപോലെയാണ് തിരുക്കുറളിന്റെ ഗംഭീരമായ അവതരണ ശൈലി. ചുറ്റുമുള്ള മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കണം, മനം കൊണ്ടുപോലും ഒരല്പം പോലും ആർക്കും തിന്മ ചെയ്യാതിരിക്കുക തുടങ്ങിയവയാണ് അതാണ് ധർമ്മം എന്നും ഈ കുറൾ എടുത്തു പറയുന്നു. കുറൾ ഇതാണ്: എമ്മട്ടുമാർക്കും ഒരു പോതും മനം കൊണ്ടു തിന്മ ചിന്തിക്കായിക ധർമ്മം. എമ്മട്ടുമാർക്കും ഒരു പോതും മനം കൊണ്ട് തിന്മ ചിന്തിക്കായിക ധർമ്മം. ഓവർ. താങ്ക് യു സർ. Chapter 317. Not doing even silly things, causing mental pain over to anyone is ideal. In the chief of all virtues, not knowing to do any person evil, even in the lowest degree, and at any time. മാനസികമായി വേദനിപ്പിക്കുന്ന മണ്ടത്തരങ്ങൾ പോലും ചെയ്യാതിരിക്കുക. ഒരു വ്യക്തി ഏറ്റവും താഴ്ന്ന നിലയിലും എപ്പോൾ വേണമെങ്കിലും അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യാതിരിക്കുന്നതാണ് എല്ലാ പുണ്യങ്ങളുടെയും പ്രധാനം. എനൈത്താനും എഞ്ഞാനും യാർക്കും മനൈത്താനാം മാണ ചെയ്യാമേ തലൈ. കുറൾ 318.
குறள் 318. தன் உயிர்க்கு இன்னாமை தான் அறிவான் என் கொலோ மண்ணுயிர்க்கு இன்னா செயல். தனக்கு இஷ்டப்படாத, அதாவது தன்னுயிர்க்கு பிடிக்காது என்ற தீமையை பிற உயிர்க்கு ஏன் செய்கின்றான்? இது ஒரு ക്വസ്റ്റ്യൻ മാർക്കോടെയാണ് തിരുവള്ളുവർ പറയുന്നത്. തനക്ക് ഇഷ്ടമില്ലാത്ത തിന്മയെ എന്തുകൊണ്ട് ഒരുത്തൻ വേറൊരുത്തന് ചെയ്യുന്നത്? അങ്ങനെ ഈ തിരുവള്ളുവർ നമ്മൾ ആലോചിക്കാൻ വിട്ടിരിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കോടെ വിട്ടിരിക്കുകയാണ് ഈ കുറളിൽ. ഓവർ സർ. ശ്രീകുമാരി മാം കണ്ടിട്ട് കുറൾ 318. തന്നുയർക്കിന്നാമൈ താൻ അറിവാൻ എൻകലു മന്നുയർക്കിന്നാ ചെയ്യൽ. ക്രോധത്തിനു ഗ്രമാം യാതനാന വേദികൾ സഹജീവി തന്നെയും ദ്രോഹിപ്പതെന്തിന്. തന്നുയർ തുമ്പങ്ങൾ അറിയുവാൻ എന്തിനു മന്നുയർ കേകുന്നു തുമ്പം. വേറൊരുത്തന്റെ ദ്രോഹ പ്രവൃത്തി കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്നത് മൂഢതയുടെ ലക്ഷണമാണ്. അന്യനെയും തന്നെ പോലെ വിചാരിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്തുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരാൾക്ക് മൂഢതയുടെ ലക്ഷണമാണ് കാണുന്നത്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടുള്ളതല്ല. അന്യനെ തന്നെ പോലെ തന്നെ വിചാരിക്കുക. അന്യന്റെ ദുഃഖത്തെ നമ്മുടെ ദുഃഖമായി കരുതി ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. ദ്രോഹം ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. ദ്രോഹം തന്നെയാണ്. നാം ചെയ്യുന്നത് ദ്രോഹമാണെന്ന് അറിഞ്ഞിട്ടും അത് അനുഭവിച്ചിട്ടും ദ്രോഹപ്രവൃത്തികൾ മറ്റുള്ളവരോടും അല്ലെങ്കിൽ മറ്റു ജീവികളോടും ചെയ്യുന്നത് കൊടും അപരാധമാണ്. നാം ചെയ്യുന്നത് ദ്രോഹമാണ് എന്ന് നാം മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുകയാണ്. അറിയാതെ അല്ല സംഭവിക്കുന്നത്. ഞാൻ തെറ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദ്രോഹം അത് ദ്രോഹം തന്നെ. സഹജീവികളോടായാലും അത് മഹാ അപരാധം തന്നെ, അധർമ്മമാണ്. എത്ര പ്രായശ്ചിത്തം, അതിന് പ്രായശ്ചിത്തമില്ല, പരിഹാരമില്ല. പ്രായശ്ചിത്തം ചെയ്താലും അതിന്റെ പാപഫലം നാം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിട്ട് തന്നെ വരികയെന്ന് ചൊല്ലുണ്ടല്ലോ. അതുപോലെ അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ദൈവം നമുക്ക് ക്ഷമിക്കും. അയ്യോ നാം ചെയ്തു, ആ തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, തെറ്റ് പിഴവ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞ് നമുക്ക് പശ്ചാത്തപിക്കാം. അത് ചിലപ്പോ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെ ഒരിക്കലും പാപത്തിന്റെ ഫലം നാം അനുഭവിച്ചേ പറ്റൂ. നാം ചെയ്യുന്ന പാപഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യാം. ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മെ പിന്തുടരുമെന്നാണ് പറയപ്പെടുന്നത്, തലമുറകളെ. താങ്ക് യു സാർ. Knowing these are harming one's life, why he applies it on others? തന്നുയർക്ക് ഇന്നാമേ താൻ അറിവാൻ എൻകലോ മന്നുയർക്ക് ഇന്നാ ചെയ്യും. കുറൾ 319. குறள் 319. பிறர்க்கு இன்னா முற்பகல் செய்யின் തമക്ക് ഇന്ന പിற்பകൽ താമേ വരും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, பிறர்க்கு தீங்கு விளைவித்துட்டோம் என்று ஒருவர் மகிழ்ந்து கொண்டிருக்கும் போது அதே போன்ற தீங்கு அவரையே தாக்கும். ഇത് നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, അരസൻ അന്നു കൊല്ലും ദൈവം നിന്നു കൊല്ലും എന്ന് പറയും. തിരുവള്ളുവർ അങ്ങനെയല്ല പറയുന്നത്. ബിഫോർ നൂൺ നമ്മൾ ഒരു തെറ്റ്, ഒരുത്തന ഒരു തിന്മ ചെയ്താൽ ആഫ്റ്റർനൂൺ നമുക്ക് അത് തന്നെ തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ആ മെസ്സേജ് എത്ര ഭംഗിയായിട്ട് പുള്ളി കൺവേ ചെയ്യുന്നത്. ഇത് നല്ല ഒരു രസമായ ഒരു തിരുക്കുറളാണ്. മുற்பകൽ എന്ന് വെച്ചാൽ ബിഫോർ നൂൺ നമ്മൾ ചെയ്ത തിന്മ, ഒരുത്തനക്ക് ചെയ്ത തിന്മ ആഫ്റ്റർനൂൺ തന്നെ നമുക്ക് കിട്ടും എന്ന് പറയുന്നു. ഉറച്ചു പറയാൻ. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 319. മുൻപകൽ അന്യർക്ക് ചെയ്ത വിന തങ്ങൾക്ക് പിൻപകൽ താനെ വരുന്നു. മനുഷ്യജന്മത്തിന് മറ്റു ജന്മങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മേന്മകളുണ്ട്. മനുഷ്യൻ
എത്ര സുന്ദരമായ പദം! കഠിനമായ മനോവേദനയുടെ നടുവിലും സ്നേഹവും സഹതാപവും ഉൾക്കൊള്ളാനുള്ള ഒരാത്മാവ് ആർക്കുണ്ടോ അവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഒരു മനുഷ്യജന്മം വെറുതെ കളയുവാനുള്ളതല്ല. ജീവിതവ്യമായ ജീവിതം കൊണ്ട് അത് ധന്യവും സമ്പൂർണവുമാക്കണം. ഓരോ മനുഷ്യനും സമൂഹത്തിന് മാതൃകയാവണം. സമൂഹം പുരോഗതിയിലേക്ക് നീങ്ങണം. വള്ളുവർ ഓരോ മനുഷ്യന്റെയും നന്മ ലക്ഷ്യമാക്കുന്നു. സദ്ഗുണ മഹിമകളുടെ ഒരു നീണ്ട പട്ടിക മനുഷ്യന്റെ കൺമുമ്പിൽ നിരത്തി വയ്ക്കുന്നു. ഓരോ ഗുണവും അവൻ ഉൾക്കൊള്ളണമെന്ന് പ്രബോധിപ്പിക്കുന്നു. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വേർതിരിവുകളില്ല. ഉയർച്ച താഴ്ചകളോ വലിപ്പ ചെറുപ്പങ്ങളോ ഇല്ല. എല്ലാവരും സ്വയം പൂർണ്ണരാവണം. ഏതു ഗുണമാണെങ്കിലും വേണ്ടില്ല, അതിനാണ് അങ്ങേയറ്റത്തെ നന്മ എന്ന് വരെ അദ്ദേഹം സ്ഥാപിക്കുന്നു. ലക്ഷ്യം ഒന്നു മാത്രം, മനുഷ്യരാശിയുടെ നന്മ, ലോക നന്മ. അക്കൂട്ടത്തിൽ മനോനിയന്ത്രണം എന്ന സംയമനത്തെക്കുറിച്ച് പറയുമ്പോഴും നന്ദിയെക്കുറിച്ച് പറയുമ്പോഴും ഉപകാരത്തെക്കുറിച്ച് പറയുമ്പോഴും സത്യത്തെയും ധർമ്മത്തെയും അഹിംസയെയും ജീവസ്നേഹത്തെയും കുറിച്ച് പറയുമ്പോഴും ആ ഗുണം തന്നെയാണ് ലോകോത്തരമെന്ന് അദ്ദേഹം വിളംബരം ചെയ്യുന്നു. ഈ ഗുണങ്ങളെല്ലാം മനുഷ്യനെ നന്മയിലേക്ക് ഉയർത്തുന്ന ഓരോ പടികളാകുന്നു. ഓരോ പടിയും അതിന്റെ നിലയ്ക്ക് സ്വതന്ത്രവും പ്രസക്തവും ദൃഢവും എന്നാൽ പരസ്പര ബന്ധിതവുമായിരിക്കുന്നു. അന്യർ തന്നിലേൽപ്പിച്ചിട്ടുള്ള തുമ്പങ്ങളുടെ ആഴമേറിയ വേദന നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ അതേ വേദന മറ്റുള്ള ജീവജാലങ്ങൾക്ക് വരുത്തി വയ്ക്കുമോ? ഒരിക്കലും അതിന് ഒരുമ്പെടുകയില്ല. ഇന്നലെ നാം അന്യരോട് ചെയ്ത ദ്രോഹം ഇന്ന് നമുക്ക് നേരെ വരുന്നു. ആരും ഒന്നിനും അതീതരല്ല. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. നല്ലത് വിതയ്ക്കുക, നല്ലത് കൊയ്യുക. പിറർക്കു ഇന്ന മുற்பകൽ ചെയ്യിൻ, തമക്കു ഇന്ന പിற்பകൽ താമേ വരും. മുൻപകൽ അന്യർക്ക് ചെയ്ത വിന തങ്ങൾക്ക് പിൻപകൽ താനേ വരുന്നു. താങ്ക് യു. റോയ് സാർ അൺമ്യൂട്ട് ചെയ്യുക. റോയ് സാർ അൺമ്യൂട്ട് ചെയ്യും. Quran 390. If harm others in the forenoon, harm will visit you by itself in the afternoon. If a man inflicts sorrow upon others in the morning, it will come upon him unsought in the very evening. ഒരു മനുഷ്യൻ രാവിലെ മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തിയാൽ വൈകുന്നേരങ്ങളിൽ പ്രതീക്ഷിക്കാതെ അവനത് വന്നു ചെയ്യും. ഓക്കെ, രാവിലെ പണി കൊടുത്താൽ തിരിച്ച് അതേ പണി തിരിച്ചു കിട്ടും അല്ലെ? വൈകുന്നേരം കിട്ടും. പിറർക്ക് ഇന്ന മുൻപകൽ ചെയ്വിൻ, തമക്ക് ഇന്ന പിൻപകൽ താനേ വരും. ഖുറൽ 320. ഖുറൽ 320. ഇത് 319 ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാം. നോയല്ല நோய் செய்தார் மேலவா நோய் செய்யாർ നോയിന്മൈ വേണ്ടുപവർ. ഇവിടെ നോയ് എന്ന് പറയുന്നത് തിന്മയാണ്. தீங்கு செய்தவருக்கே தீங்குகள் வந்து சேரும். எனவே தீங்கற்ற வாழ்வை விரும்புகிறவர்கள் பிறருக்கு தீங்கிழைத்தல் கூடாது. തിന്മ ഒരുത്തൻ ചെയ്യുകയാണെങ്കിൽ അവനക്ക് റിവാർഡായിട്ട് തിന്മ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് തിന്മ വേണ്ട എന്ന് അങ്ങനെ തിന്മയില്ലാത്ത ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നവൻ തിന്മ ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. ഖുറൽ 320. நோய் எல்லாம் நோய் செய்தார் மேலவாம், நோய் செய்யார் நோயின்மை വേണ്ടുപവർ. നോവെല്ലാം നോവിപ്പോർ മേൽ വരും, ആരെയും നോവിക്ക സൗഖ്യം കൊതിപ്പോർ. എല്ലാ ആശങ്കകളും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നവർക്കുള്ളതാണ്. ദുഃഖരഹിതമായ ജീവിതം തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഒരിക്കലും മറ്റുള്ളവരെ പീഡിപ്പിക്കില്ല. തിന്മ വന്ന് ഭവിക്കുന്നു, തിന്മ ചെയ്യും ജനങ്ങളിൽ. തിന്മ ഒഴിവാൻ ആശിപ്പോർ തിന്മ ചെയ്യാതിരിക്കണം. കഴിഞ്ഞ 10 ഖുറലുകളിലൂടെ ഈ അധ്യായം എത്രയോ സമ്പന്നമായ ദർശനമാണ് നമുക്ക് ഇന്ന് പ്രദാനം ചെയ്തത്. പ്രത്യേകിച്ച് വളരെ കാലിക പ്രസക്തവുമാണ്.
ചിലർക്കെല്ലാം ചെറിയ വിഷമമുണ്ട്. ഇങ്ങനെ അധർമ്മം പെരുകുന്നല്ലോ, അധർമ്മികളൊക്കെ അങ്ങ് വിജയിക്കുന്നല്ലോ. തെറ്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പല കോടതി വിധികൾ വന്നിട്ടുണ്ട്. എല്ലാവരും പിടുത്തം കൂടപ്പെടും. അപൂർവമായി ചിലർ സാങ്കേതികമായി രക്ഷപ്പെട്ടാൽ പോലും അധർമ്മത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദോഷം ചെയ്യുമെന്ന് നമ്മൾ കരുതുന്നതെല്ലാം മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നാം അത്തരം പ്രവർത്തികൾ ചെയ്യരുത്. ആർക്കും എത്ര ചെറുതായാലും ഒരു സാഹചര്യത്തിലും ബോധപൂർവമോ അതല്ലാതെയോ ഒരു ദോഷകരമായ പ്രവൃത്തിയും ഒരിക്കലും ചെയ്യരുത്. രാവിലെ തെറ്റ് ചെയ്താൽ ഒത്തിരി നേരമൊന്നും കാത്തിരിക്കേണ്ട, വൈകുന്നേരം തന്നെ നമുക്കതിന്റെ തത്തുല്യമായ സാധനം തിരികെ വരും എന്നാണ് വളരെ ഭദ്രമായി നമ്മെ പഠിപ്പിക്കുന്നത്. ചിലരെല്ലാം പറയും ഇത് കഴിഞ്ഞ തലമുറയുടെ കുഴപ്പമാണ്, ഇവന്റെ അടുത്ത സന്തതി തലമുറ അനുഭവിക്കും. അങ്ങനെയല്ല യഥാർത്ഥത്തില്. നമ്മൾ ചെയ്തതിന്റെ ഒന്നും കുഴപ്പം വേറെ ആരുടെയും തലയിൽ വെച്ചു കൊടുക്കുന്നവനല്ല ദൈവം. നമ്മൾ ചെയ്യുന്നതിന്റെ പ്രശ്നം നമ്മളെ തന്നെ അനുഭവിപ്പിച്ചിട്ട് ഇവിടുന്ന് വിടുമെന്നാണ് തിരുക്കുറലിലൂടെ ഈ ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ദ്രോഹിക്കുന്നത്? സർ ഐസക് ന്യൂട്ടന്റെ പ്രസിദ്ധമായ സിദ്ധാന്തം ഏവർക്കും അറിയാമല്ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻസ് states that for every action in nature there is an equal and opposite reaction. ഇത് നമുക്കൊക്കെ മനഃപ്പാഠമാണ്. ബൈബിൾ പഠിപ്പിക്കും. ലൂക്കാ സുവിശേഷം 6:31, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ വർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ അവരോടും പ്രവർത്തിക്കുക. ഇതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ 10 കുറലിലും പലരിലൂടെ ഏറെ സമ്പന്നമായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഒരു ചരിത്രമായി തന്നെ നിലനിൽക്കുന്നു. മോഹൻ സാറും ആദി ഭഗവാൻ സാറും തമിഴിലൂടെ അത് അതിൻ്റെ തനിമ ചോരാതെ നമ്മളോട് പറഞ്ഞു. മറ്റ് പലരിലൂടെ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി അത് മൊഴിമാറ്റം ചെയ്തപ്പോൾ എത്രയോ സമ്പന്നമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പലരുടെയും കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് ഏറെ ധന്യമാക്കി. നന്ദി, എല്ലാവരോടും നന്ദി. പ്ലാറ്റ്ഫോമിനോട് നന്ദി, സാബു സാറിനോട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഏവർക്കും നന്മയുണ്ടാകട്ടെ. All experience of worries are for those torturing others, men opting griefless life on torment others. 320 നോയെല്ലാം നോയ് ചെയ്താർ മേലവാം നോയയാർ നോയിന്മേൽ വേണ്ടുപവർ. സോ താങ്ക് യു മോഹൻദാസ് സർ, ആദിഭഗവാൻ സർ. ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വളരെ അർത്ഥവത്തായ മനോഹരമായ ഒരു ഖുർആനിന്റെ 10 ഈരടികൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഉപദേശരൂപേണ മാതൃക ചെയ്ത് കാണിക്കുമ്പോൾ, ഒരു ശത്രുവിനെ പോലും സ്നേഹിക്കണം അല്ലെങ്കിൽ ശത്രുവിനെയും അനുഗ്രഹിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് ശത്രുവിനെ നാണിപ്പിക്കണം എന്ന് പറയുന്ന ആ മഹത്വജനങ്ങളിലൂടെ കടന്നു പോകാൻ അവസരം ലഭിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്. ഇനി ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ശ്രീകുമാരി മാം. വളരെ നല്ല ഒരു സെക്ഷൻ ആയിരുന്നു. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വെടിഞ്ഞു ഞാനെന്ന് ഉള്ള ശ്ലോകമാണ് എനിക്കിപ്പോ ഓർമ്മയിൽ വരുന്നത്. കുമാരനാശാന്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നാം നമ്മുടെ ദ്രോഹിക്കുന്നവരെ ആയാലും നാം
രക്ഷപ്പെടുത്തുക, അവരെ ശിക്ഷിക്കാതെ അവർക്ക് നന്മ ചെയ്യുക. അങ്ങനെ നന്മ ചെയ്ത് നന്മയിലൂടെ അവരെ നാണിപ്പിക്കണം എന്നുള്ളതാണ് തിരുക്കുറൾ പറയുന്നത്. അവരെ നന്മയിലോട്ട്, അങ്ങനെ നന്മയിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നാം കഴിയുന്നത്ര നമുക്കൊണ്ട് എന്തൊക്കെ സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് നന്മമരമായി വളരുക. എല്ലാവർക്കും നാം നന്മ ചെയ്യുക, തിന്മ ചെയ്യുക, ചിന്തിക്കുക പോലും അരുത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ, താങ്ക് യു മാം. നസീം മാം, സ്നേഹത മാം. താങ്ക് യു സർ. നിങ്ങള് മാറി മാറി ഈ റീല് കളിക്കുന്ന പോലെ കേട്ടിരിക്കാൻ നല്ല രസാ. അപ്പൊ ഓരോരുത്തരും ആ ഭാഗം വായിക്കുമ്പോ അവനവൻ്റെതായ ചില കൂട്ടിച്ചേർക്കലും കൂടി ചേരുമ്പോ അതിമനോഹരാകുന്നുണ്ട്. എന്തായാലും തിരുക്കുറളിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറെയൊക്കെ വായിച്ചിട്ടുള്ളതാണ് പല പല ഭാഗങ്ങളിലായിട്ട്. അധിക വായന PGക്ക് പഠിക്കുമ്പോ തമിഴ് സാഹിത്യം. പക്ഷെ നന്നായിട്ട് തന്നെ സാർ അത് അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗങ്ങൾ ഓരോരുത്തർ എടുത്തു പറയുന്നതും ആ തമിഴ് പദ്യസാഹിത്യത്തിലൊരു സാഹിത്യ ശാഖയാണ് എന്നുള്ളത് വിട്ടിട്ട് അതിലൊരു മലയാള നവീകരണം കൂടി വരുമ്പോ ആ ഈരടികൾ കുറേം കൂടെ ഹൃദയസ്ഥാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു പുരാതനായ തത്വചിന്താ ശാസ്ത്ര ഗ്രന്ഥമാണ്. പല ഭാഷയിൽ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട് തമിഴ് സാഹിത്യത്തിൽ നിന്ന്. അനശ്വര കാവ്യമായി മാറിയ തിരുക്കുറളിൽ അവതരിപ്പിച്ച സാറിനും വളരെ നന്ദി. അതിന്റെ കാവ്യഭംഗിയും സാർവത്രികതയും ജനകീയതയും അതിന്റെ മൗലികതയും ധാർമ്മികതയും തീരെ നഷ്ടപ്പെടാതെ തന്നെ വളരെ ഗഹനായിട്ടും അതോടൊപ്പം തന്നെ ലാളിത്യവൽക്കരിച്ചും അർത്ഥം പോകാതെയാണ് അത് എനിക്ക് തോന്നിയിട്ടുള്ള. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കും വെബിനാറിൽ എനിക്കിത് കേൾക്കുമ്പോ തോന്നിയിട്ടുള്ളത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സ്നേഹത മാം. സുനിത രാജ്. ഓക്കെ, മോഹൻദാസ് സാർ പറയാവോ? ഈ പറഞ്ഞ പോലെ ഇനി ഒരു 6 അധ്യായം കൂടി ഉണ്ട് ഈ രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, ആദ്യത്തെ ഭാഗത്തിലേക്കുള്ളത്. ഏറ്റവും അർത്ഥവത്തായ ഒരു ഇതായിരുന്നു ഇത്. ഞാൻ അടുത്തത് വരുന്നത് അഹിംസയാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവനെ കൊല്ലാതിരിക്കുക, കൊല്ലാമൈ എന്നാണ് തമിഴിൽ പറയുന്നത് അഹിംസ. അത് ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മുற்பകൽ ചെയ്യും പിற்பകൽ വിളയും എന്ന് പറയുന്നതിന് നല്ലൊരു ഉദാഹരണം ഉണ്ടായിരുന്നു, ഒരു കഥയുണ്ടായിരുന്നു അടിസ്ഥാനത്തിലുള്ളത്. അവിടെ അടുത്ത് ഒരു ചാപ്റ്റർ വരുമ്പോൾ അവിടെയും അത് തന്നെയാണ് ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ പറയാം. ഇന്ന് എന്താ പറഞ്ഞാല് ഈ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് ഇറങ്ങേണ്ടി വന്നത്. പിന്നെ എൻ്റെ അഭാവത്തിൽ വളരെ ഭംഗിയായിട്ട് ആദിബോധൻ സാറ് കൊണ്ടുപോയി. ബാക്കിയുള്ളവർ അതിനേക്കാളും മനോഹരമായിട്ട് അതിൻ്റെ സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും ഒരു കൂടി നന്ദി പറയുന്നുണ്ട്. അടുത്ത ആഴ്ചയും നമുക്ക് കാണാം. ആദിഭവൻ സാർ. ഓക്കെ സാർ, നല്ല പ്രോഗ്രാം ആയിരുന്നു ഇത്. തിരുക്കുറൾ എന്ന് പറയുന്നത് ഉലക പൊതുമறை. പൊതുമறை എന്ന് വെച്ചാൽ കാമൻ വേദം. ഇപ്പം നമുക്ക് ബൈബിളുണ്ട്, ബൈബിൾ ക്രിസ്ത്യാനിസ്ക്കുള്ളത്, ഖുറാൻ മുസ്ലിംസുള്ളത്. പക്ഷേ ഈ തിരുക്കുറൾ എന്ന് പറയുന്നത് എല്ലാ മതക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ്. ഇത് എന്തോ ഒരു മതത്തെയോ എന്തോ ഒരു സൃഷ്ടിയോ അവർ പറയുന്നില്ല. ഇത് എല്ലാവരും വായിച്ച് ഫോളോ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് 3ാമത്തെ ഇടത്തിലാണ് ഇരിക്കുന്നത്. ബൈബിൾ ഖുറാൻ കളിഞ്ഞിട്ട് തിരുക്കുറളാണ് വേറെ ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രസ്റ്റീജ്, ഒരു പെരുമ ചേർക്കുന്ന ഒരു കാര്യമാണ്. താങ്ക് യു സർ. യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയാം അല്ലെ, എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന യൂണിവേഴ്സൽ ലാംഗ്വേജ്, യൂണിവേഴ്സൽ വേദ. യെസ്, യൂണിവേഴ്സൽ നോളജ്. യൂണിവേഴ്സൽ വേദ, കറക്റ്റ്. അതായത് ഇപ്പം ബൈബിൾ പോലെയോ ഭഗവത്ഗീത പോലെയോ ഖുറാൻ പോലെ അല്ല, എല്ലാം ഒരേ മെസ്സേജ് തന്നെ. പക്ഷെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടല്ലേ സാറേ തമിഴ് ബൈബിളാണെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവിടെ വായിച്ചൊരു ഓർമ്മയുണ്ട്.
അതന്നെ അതിലെല്ലാം ഉണ്ട്. അതാണ് പൊതു കാമൺ. എല്ലാ ഭാഗവും ജീവിതത്തിന്റെ ടച്ച് ചെയ്യുന്നു. അതന്നെ എല്ലാ ഗ്രന്ഥങ്ങളിലെയും ഈ മെസ്സേജ് തന്നെ പറയുന്നത്. പക്ഷെ ഇത് വേറെ എന്താ ഒരു മത ഇതില്ലാതെ എല്ലാവരും ഫോളോ ചെയ്യപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ് തിരുക്കുറൾ. അതുകൊണ്ടാണ് ഉലക പൊതുമറൈ എന്ന് പറയുന്നത്. മതേതര ഗ്രന്ഥം മതവും ഏത് മതത്തിലുള്ളവർക്കും സ്വീകാര്യമായ മഹത്തായ വചനങ്ങളാണ് തിരുക്കുറളിൽ കറക്റ്റാണ്. താങ്ക് യു സാറിനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നതിന് സാബു സാറിന് നന്ദി. 1000 മലരുകൾ, നന്ദിയുടെ മലരുകൾ, വാടാമലരുകൾ. നമുക്ക് എന്തൊക്കെ ഞാൻ ഇപ്പൊ വിചാരിക്കുകയാണ്, നമ്മളെന്തൊക്കെയൊക്കെ തെറ്റിയിട്ടുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യാമായിരുന്നല്ലോ എന്നൊരു ചിന്ത. നമുക്ക് അറിഞ്ഞൂടല്ലോ, തെറ്റും ശരിയും നമുക്ക് എല്ലാം അറിയാവുന്നവരായിട്ടല്ലല്ലോ ജനിക്കുന്നത്. മാഡത്തിന്റെ പശ്ചാത്താപം ആയിട്ട് ഈ പറയുന്നത് തന്നെ ഒരു വലിയൊരു തെറ്റിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിക്കുക എന്നുള്ളത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെയാ ചെയ്തു പോകുന്നത്. അപ്പൊ ഈ തിരുക്കുറളിൽ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞ ശ്രീകുമാരി മാം പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇത് പ്രസന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നതെന്ന് തോന്നുന്നു, അല്ലേ സാർ? ഈ ഏത് കാലത്തും ഇത് ആ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അല്ലാതെ മറ്റു മതഗ്രന്ഥങ്ങളില് ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവർ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതിൽ എന്നും പ്രസക്തിയുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ തിരുവള്ളുവർ ജീവിച്ചിരുന്നത് 2000 വർഷങ്ങൾ. ഓക്കെ, വേറെ ഇനി ആർക്കാണ് ഷെയർ ചെയ്യാനുള്ള എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു ടോപ്പിക്ക്, നമുക്ക് സ്വല്പം കൂടെ ആകർഷകമായ ഒരു ടോപ്പിക്കാണെന്ന് മോഹൻദാസ് സർ പറഞ്ഞു. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നു പോകാം. നാളെ ഈസി എക്സാം ആണ്. കുട്ടികൾക്ക് പരീക്ഷയുടെ സമയത്ത് ടെൻഷൻ സ്ട്രെസ്സൊന്നും ഇല്ലാതെ പോകാനുള്ള ഒരു സഹായമാണ്. ആർക്കെങ്കിലും ഒക്കെ പോസ്റ്റർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഓക്കെ, അപ്പം മോഹൻദാസ് സാർ, ആദിഭവാൻ സാർ, ജോഷി സാർ, ഷീല മാം, ജോർജ് സാർ, മാം, താങ്ക് യു സർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഗുഡ് നൈറ്റ്. സീ യു. Thank you, sir. Good night. താങ്ക് യു.